أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 56, 57 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 56 and 57. ഈ ആയത്തുകള് ഇതുവരെ നമ്മൾ പറഞ്ഞ ഒരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷനാണ് അവിടെ നടന്നു വന്നിരുന്നത്. പക്ഷെ ഈ രണ്ട് ആയത്തുകള് അള്ളാഹുവിന്റെ ഒരു ഇന്റർജങ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇടപെടാണ്. ഈ സമയത്ത് മറ്റ് സംഭാഷണം നടത്തുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അള്ളാഹു ആണ് സംസാരിക്കുന്നത്. ഈ രണ്ട് ആയത്തുകളും അതാണ്. അതായത് സാധാരണഗതിയിൽ അതാണ് ഞാൻ തുടക്കത്തിലെ നമ്മൾ പറയാറുണ്ട് സൂറത്ത് യൂസുഫിന്റെ വിശദീകരണത്തിൽ, ഈ ഖുർആന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സൂറത്ത് യൂസുഫ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അള്ളാഹു പറയുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ സുപ്രധാനമായ എന്താ പറഞ്ഞ ഒരു റിമാർക്കബിൾ ആൻഡ് ഗ്രേറ്റ് ടോക്ക് ബൈ അള്ളാഹുവിന്റെ വളരെ അർത്ഥവത്തായ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർജങ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ അർത്ഥം നോക്കാം, എന്നിട്ട് നമുക്ക് അതിൽ ഒരുപാട് വിസ്ഡം ഉണ്ട്, ഒരുപാട് ലെസൺസ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് പോവാം. വകദാലിക മക്കന്ന ലിയൂസുഫ ഫിൽ അർദ്. അപ്പൊ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പൂർണ്ണമായും നിരപരാധിയാണെന്ന് തെളിഞ്ഞു. കുറ്റം ഏറ്റെടുത്തു. ആ സ്ത്രീ അവര് ഏറ്റു പറഞ്ഞു. അവർ പശ്ചാത്തപിച്ചു. അവരുടെ നിരപരാധിത്വം, അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ നിരപരാധിത്വം അവര് തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമെ രാജാവ് സ്വന്തം ഏറ്റവും അടുത്ത ഒരു സ്ഥാനത്ത്, ഒരു അഡ്വൈസർ, ഒരു ഫൈനാൻഷ്യൽ മിനിസ്ട്രി എന്നൊക്കെ ഉള്ള ഒരു പോർട്ട്ഫോളിയോ കൊടുത്ത് അദ്ദേഹത്തെ നിയമിച്ചു. അപ്പൊ വളരെ അടുത്ത്, രാജാവിന്റെ അടുത്ത് നിൽക്കണം. അങ്ങനത്തെ ഒരു ഘട്ടത്തില് അള്ളാഹു പറയണു വകദാലിക, അപ്രകാരം, മക്കന്ന ലിയൂസുഫ ഫിൽ അർള്. മക്കന്ന ഇതിനു മുമ്പ് തന്നെ ഇതേപോലെ വന്നിട്ടുണ്ട് അല്ലെ? എവിടെയാ അത് വന്നേക്കണം? ഇതേപോലെ വകദാലിക മക്കന്ന, അസീസ് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത്. എക്സാക്ട്ലി, അഹ്സൻതി. അതേ സന്ദർഭത്തിൽ, അതായത് അടിമ കച്ചവടത്തിൽ നിന്ന്, സൂക്കിൽ നിന്ന്, സ്ലൈവ് മാർക്കറ്റിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിയെ വാങ്ങിയിട്ട് അസീസ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അല്ലെ, പിന്നെ അതെ, അങ്ങനെ പറഞ്ഞു. വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്റ ലിംറഅതിഹി അക്രിമി മസ്വാഹു അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ. അതെ, അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ അസീസിന്റെ വാചകം അവിടെ നിർത്തിയിട്ട് അള്ളാഹു പറയുന്നുണ്ട് വകദാലിക മക്കന്ന ലിയൂസുഫ ഫിൽ അർള്. അതേ വാചകം ഇവിടെ അള്ളാഹു വീണ്ടും പറയുന്നു. സോ അതൊരു കമ്പാരിസന്റെ വകുപ്പുള്ള സംഗതിയാണ്. അതിനകത്തേക്ക് നമ്മൾ വരാം. അപ്പൊ ശരിക്കും അതിന്റെ മക്കന എന്നുള്ളതിന്റെ ഒരു അസല് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തവഹുമാണ്. കാന എന്ന പദം, കാനയുടെ ലർഫ് മക്കാനാണ്. മക്കാൻ അതായത് ഒരു സ്ഥലം. കാന ഒരു സംഗതി ഉണ്ടാവുക, മക്കാൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് തന്നെ ഒരു വെർബായിട്ട് മാറി. അതാണ് തവഹും എന്ന് അറബി പറയാം. ആ പദത്തിൽ നിന്നാണ് മക്കന്ന. മക്കന്നയുടെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞു? ടു എസ്റ്റാബ്ലിഷ്, ടു ഗിവ്, ടു എംപവർ, ടു എംപവർ, ടു ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, ടു ഹാവ് ഗ്രേറ്റ് കമ്പീറ്റൻസ് എന്നൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. ആ തംകീനുൽ മർഅ എന്ന് പറഞ്ഞാൽ വിമൻ എംപവർമെന്റ്, തംകീൻ ഷഖ്സ്, ഒരാളെ എംപവർ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നു വകദാലിക മക്കന്ന ലിയൂസുഫ ഫിൽ അർള്. അപ്രകാരം, thus far we have established Yusuf fil arl, in the land.
in that country, in that nation, in that part of the world എന്നൊക്കെ അർത്ഥം പറയാം. ആ പ്രദേശത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നാം അദ്ദേഹത്തിനൊരു ഒരു അധികാരം നൽകി, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാം എംപവർ ചെയ്തു, ശാക്തീകരിച്ചു. അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ഭൂമിയിൽ അവിടെ എന്തും അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകി. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഇപ്പം ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു അത് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ വരാം. ആദ്യം ഇതിന്റെ മീനിങ് പറഞ്ഞിട്ട് അതിനകത്തേക്ക് വരാം. യതബവ്വഉ മിൻഹ, യതബവ്വഉ എന്ന് പറഞ്ഞാൽ, തബവ്വ എന്ന് പറഞ്ഞാല് അദ്ദേഹം he can go anywhere. എന്താ പറഞ്ഞു? തബവ്വ എന്ന് പറഞ്ഞാല് അതായത് ഇപ്പോ വൈദ് അതെ, വൈദ് ബവ്വന ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് കഅബയുടെ സ്ഥാനം അള്ളാഹു ഒരുക്കി കൊടുത്തു എന്നുള്ള അർത്ഥം ആ ബവ്വ എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് പോകാനുള്ള ഒരു അധികാരം, ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള ഒരു അധികാരം അള്ളാഹു കൊടുത്തു എന്നർത്ഥം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തെ തൻ്റെതാക്കി മാറ്റാനുള്ള, അതാണ് ബവ്വ എന്ന് പറഞ്ഞാല്, തൻ്റെതാക്കി മാറ്റുക, സ്വയം തന്നെ തനിക്കാക്കി മാറ്റുക, തനിക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക, അതിനാണ് ബവ്വ എന്ന് പറയാം. അപ്പൊ അതിൽ യതബവ്വ എന്ന് പറയുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആയിരിക്കാനുള്ള ഒരു അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നൽകി. ഓക്കെ, എന്നിട്ട് അള്ളാഹു പറയുന്നത് നുസീബു ബിറഹ്മത്തിന മൻ നശാ. അസാബ യുസീബു എന്ന് പറഞ്ഞാൽ ടു ഹിറ്റ് എ ടാർഗറ്റ് എന്നർത്ഥം. അതാണ് മുസീബത്ത്. മുസീബത്ത് ആ പദത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ മുസീബത്തിൽ നിന്നാണ് അസാബ വന്നിട്ടുള്ളത്. ടു ഹിറ്റ് എ ടാർഗറ്റ്, അതായത് കുറുക്കിക്കൊള്ളുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നുസീബു ബിറഹ്മത്തിന, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യത്തെ നാം ചൊരിഞ്ഞു കൊടുക്കുന്നു, മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക്. റഹ്മത്തിന് കാരുണ്യം എന്നുള്ള അർത്ഥം നമ്മുടെ മലയാളം വളരെ ദുർബലമായതുകൊണ്ടാണ് കാരുണ്യം നമ്മൾ അർത്ഥം പറയുന്നത്. അതിനേക്കാൾ അപ്പുറം അതിനർത്ഥമുണ്ട്. ലവ് ആൻഡ് കെയർ, അള്ളാഹുവിന്റെ സ്നേഹവും ശ്രദ്ധയും പരിഗണനയും ആദരവും ഒക്കെ കൂടി ലഭിക്കുന്ന ഒരു സംഗതിക്കാണ് റഹ്മത്ത് എന്ന് പറയാം. ഓക്കെ, മൻ നശ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം നാം എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹു പറയുന്നു വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ, ഒരു സുഹൃതവാന്റെ പ്രതിഫലവും നാം പാഴാക്കുകയില്ല. സുഹൃതവാന്മാരുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കുകയില്ല. വല അജ്റുൽ ആഖിറത്തി, എന്നാൽ അതേസമയം വല അജ്റുൽ ആഖിറത്തി, പരലോകത്തെ പ്രതിഫലമാണ്, ഖൈറുൻ, ഏറ്റവും ഉത്തമം, ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, വകാനു യത്തഖൂൻ, അതുപോലെ തഖ്വ പുലർത്തുന്ന ആളുകൾക്ക്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സൂക്ഷ്മത, ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കരുതൽ, ഒരു ജാഗ്രത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും നല്ലത്. ഇതില് ഒരുപാട് സംഗതികൾ അള്ളാഹു പറയുന്നുണ്ട്. അത് നമ്മളെയൊക്കെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലെസൺസ് നൽകുന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വർത്തമാനങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞു, ഈ മക്കന്നെ ഇപ്പൊ ഈ ആയത്ത് അള്ളാഹുവിന്റെ ഒരു ബ്രേക്കാണ്. അതായത് ഇതുവരെയുള്ള കഥ അവിടെ നിർത്തിയിട്ട്, കഥ അവിടെ പോസ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഒരു ഇന്റർജങ്ഷൻ ആണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് അള്ളാഹു എല്ലാ ആയത്തിന്റെ ഇടയിലും അങ്ങനെ നിർത്തുന്നില്ല, വളരെ സുപ്രധാനമായ സ്പോട്ടുകളിലൊക്കെയാണ് നിർത്തുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ സൂറത്ത് യൂസുഫ് ഇങ്ങനെ വായിച്ചു പോരുമ്പോ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ എത്തുമ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അള്ളാഹു നടത്തുന്നത് പതിവാണ്. അതുപോലത്തെ ഇനിയും വരുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ബ്രദറിനെ കണ്ടുമുട്ടുന്നിടത്ത് വരുന്നുണ്ട്. മൊത്തം ഈ കഥ മൊത്തം തീർന്നതിന് ശേഷം ഒരു പേജ് നിറച്ചും ഇത്തരം അള്ളാഹുവിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, നമ്മളോട് അള്ളാഹു പറയണേ, ഇനി നിങ്ങൾ ഒരു നിമിഷം ഇവിടെ നിർത്തൂ, കഥ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. യു ഹാവ് ടു പോണ്ടർ ഓവർ വാട്ട് ഐ ആം ഗോയിങ് ടു സേ. You have to think and get lessons and get good lessons from what I am going to say. ഞാനിപ്പോ ഈ പറയാൻ പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ലഭിക്കാനുണ്ട്. അത് നിങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കണം, നിങ്ങൾ അതിൽ നിന്ന് ഈ പാഠം എടുക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് നമ്മളോട് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്കിത് ഇതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ ഈ ഈ വാചകം വളരെ പ്രതി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറയണ ഇപ്രകാരം യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നാം പിന്നെ തംകീൻ നൽകി, അല്ലെ, അദ്ദേഹത്തെ സെറ്റിൽ ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് ആയിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകി, പിന്നെ നമ്മുടെ അനുഗ്രഹം കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, പ്രതിഫലം ഞാൻ പാഴാക്കുകയില്ല, സൗഹൃദവാന്മാരുടെ പ്രതിഫലം പാഴാക്കുകയില്ല, പരലോകത്തെ പ്രതിഫലമാണ് വിശ്വസിക്കുന്നവർക്കും തക്കവുള്ളവർക്കും നല്ലത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് നമ്മൾ വഴിയെ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മക്കന്നായി ലി യൂസുഫ ഫിൽ അർള് വകദാലിക മക്കന്നാ ലി യൂസുഫ ഫിൽ അർള്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞു, അത് എവിടെ പറഞ്ഞത്? ആ സ്ലൈവ് മാർക്കറ്റിൽ നിന്ന് അസീസ് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമെ വാങ്ങി കൊണ്ടുവന്നിട്ട് തന്റെ ഭാര്യയോട് ഇവന്റെ പിന്നെ താമസ സ്ഥലത്തെ മാനിക്കണം, മസ്വാഹു അക്രിമി മസ്വാഹു വലദ, അദ്ദേഹം നമുക്ക് ഒന്ന് ഓക്കെ നമുക്ക് പിന്നെ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയായിട്ട് ഒരു സന്താനമായിട്ട് സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ ആ ഘട്ടത്തിൽ അള്ളാഹു യൂസുഫ് അലൈഹി ഇസ്ലാമിയെ കുറിച്ച് പറയാണ് വക്കദാലിക മക്കന്നാ ലി യൂസുഫ ഫിൽ അർള്. അപ്പൊ രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് നോക്കിയേ. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങൾ പറയൂ. യൂസുഫ് അലൈഹി ഇസ്ലാമെ എവിടെന്നാ കൊണ്ടുവന്നത്? ആ ഒരു അടിമച്ചന്തയിൽ. എവിടേക്കാ കൊണ്ടുവന്നത്? പ്രഭുവിന്റെ വീട്ടിലേക്ക്. എന്തായിട്ട് അവർ സ്വീകരിച്ചിരിക്കണ? ഒരു വേലക്കാരനായിട്ട്, അല്ലെ, ഒരു സെർവന്റ് ആയിട്ട്. വലതാക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ഒരു പ്യുവർ സെർവന്റ് ആയിരുന്നു. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടോ അവിടെ? ഇല്ല, ഇല്ല. കംപ്ലീറ്റ്ലി സ്ലൈവ്, കംപ്ലീറ്റ് സെർവന്റ്. പക്ഷെ അവിടെ അള്ളാഹു പറഞ്ഞത് എന്താ? അതേ വാചകം ഇവിടെയും പറയുന്നു. പക്ഷെ അവിടെ പറഞ്ഞപ്പോ അള്ളാഹു അവിടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വകദാലിക മക്കന്നാ ലി യൂസുഫ ഫിൽ അർള് വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. എന്തിനാണ് നാം അദ്ദേഹത്തിന് തംകീന് നൽകിയത്? നാം അദ്ദേഹത്തെ ഓൾ കൈൻഡ്സ് ഓഫ് സ്പീച്ച്, അല്ലെ, ടു അണ്ടർസ്റ്റാൻഡ്, ടു ഇന്റർപ്രറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സ്പീച്ച്. വെറും സ്വപ്നം മാത്രമല്ല, പൊളിറ്റിക്കൽ ടോക്സ്, ഇക്കോണമിക് ടോക്സ്, സോഷ്യൽ ടോക്സ്, സെർവന്റ് ടോക്സ്, അല്ലെ, വിമൻസ് ടോക്സ്, എല്ലാ തരത്തിലുള്ള സംഭാഷണങ്ങളും അവിടെ നടക്കുന്ന വർത്തമാനങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം നാം യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുമ്പോ അതിന്റെ പൂർണ്ണമായ ഒരു മീനിങ് ഉണ്ട്. കാരണം ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഇപ്പൊ എന്തായി? ഒരു രാജകീയ പദവി ലഭിച്ചു, ഒരു അധികാരമുള്ള സ്ഥാനം ലഭിച്ചു. ഇവിടെ നമുക്കത് പറയുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അവിടെ നമുക്കത് പറയുമ്പോ ആ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലെ? ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പറച്ചിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്താണത് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഞാൻ അതിന് മുമ്പ് ഈ തംകീനിന്റെ ഒരു അർത്ഥം കൂടി ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനീ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വലഖദ് മക്കന്നാകും ഫിൽ അർള് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നാം ഭൂമിയിൽ അധികാരം നൽകി. അതായത് ബനീ ഇസ്രായേൽ സമുദായം ഒരുപാട് കാലം ഭൂമിയിലെ അധികാരമുള്ള ഒരു ജനതയായിരുന്നു. പിന്നീടാണ് അവർക്ക് അധികാരമൊക്കെ നഷ്ടപ്പെട്ടിട്ട് 40 വർഷത്തോളം അവര് ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അവിടെ തംകീൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം ഇത് തന്നെ, ഒരു പവർഫുൾ പൊസിഷൻ നൽകി എന്നുള്ള അർത്ഥത്തിലാണ്. പീപ്പിൾ, അള്ളാഹ് മെയ്ഡ് ദം പീപ്പിൾ ഓഫ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള, ഒരുപാട് കപ്പാസിറ്റി ഉള്ള ആളുകളാക്കി അവരെ അള്ളാഹു മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കാൻ, അതായത് എന്തുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെയും അതുപോലെ തന്നെ വാക്ക് ഉപയോഗിച്ചു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഥ ഈ കഥ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ? ഈ കഥ നമുക്ക് അറിയില്ല. ഇപ്പൊ നമുക്കിത് മനസ്സിലാവും, അല്ലെ? നമുക്കറിയാം ഈ കഥയുടെ എൻഡിങ് എന്താണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. യൂസുഫ് നബിയുടെ കഥ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം, അല്ലെ? അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് ആ ചോദ്യം വരില്ല. കാരണം നമുക്ക് ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഈ കഥ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്, സഹാബികൾക്കാണ്. ആയത്തായിട്ടാണ് അവതരിക്കുന്നത്. എന്നല്ല അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ എന്താ? വഇൻ കുന്ത മിൻ ഖബ്ലിഹി
ലമിനൽ ഗാഫിലീൻ വനഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ആരാണെന്ന് പറഞ്ഞ ലമിനൽ ഗാഫിലീൻ. ഗാഫിലീൻ. താങ്കൾക്ക് അറിയാത്ത ഒരു കഥയായിരുന്നു ഇത്. അപ്പോ ഒരു കഥയും അറിയാത്ത ഒരാള്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊരു സിനിമയാണെന്ന് വിചാരിച്ചോ, ഇതൊരു സിനിമയാണെന്ന് വിചാരിച്ചു. ഈ സിനിമയുടെ സ്റ്റോറീസ് സീൻ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയില്ല ആ സിനിമയുടെ സ്റ്റോറി എങ്ങോട്ടാ പോണത്, അതിന്റെ സ്റ്റോറി ലൈൻ നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് സിനിമ കാണുകയാണ്. അങ്ങനെ കാണുമ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയെ ആ കിണറ്റിൽ തള്ളിയിടുന്നു. അവിടെ നമുക്കൊരു ഷോക്കാണ് അല്ലെ. പിന്നെ അദ്ദേഹത്തെ സ്ലേവ് ആക്കുന്നു. അദ്ദേഹത്തെ വളരെ വൃത്തിഹീനമായ ഒരു കൂട്ടില് അടച്ച് ഒരു ഷർട്ടൊന്നും ഇടാത്ത, അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത്. കിണറ്റിൽ നിന്ന് അവർ പിക്ക് ചെയ്യുന്ന ഒരു പൊട്ട കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ഷർട്ടൊന്നും ഇടാത്ത ഒരു രൂപത്തിലാണ് ആ കച്ചവട സംഘം അദ്ദേഹത്തെ തൂക്കിയെടുക്കുന്നത്. എന്നിട്ടൊരു പിന്നെ എവിടെയാണ് കൊണ്ടുവന്ന ഒരു അടിമ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ വിൽക്കാണ്. ആ വിൽക്കുന്നിടത്ത് അതുപോലെ തന്നെ വാങ്ങിക്കാണ്. വാങ്ങിച്ചിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരുമ്പോ അവിടെ നിർത്തിയിട്ട് ആ സ്റ്റോറിയിൽ എഴുതി കാണിക്കാണ്, ഇപ്രകാരം യൂസുഫിനെ നാം ഭൂമിയിൽ അധികാരം നൽകി, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു എംപവർമെന്റ് കൊടുത്തു എന്ന് എഴുതി കാണിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? ഇതൊരു സിനിമ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിക്കാന്ന്. നമ്മൾ കംപ്ലീറ്റ്ലി ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കോ വിയോജിക്കോ? ആ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ യോജിക്കോ? either we agree or disagree. എന്താ സംഭവിക്കുക? സ്വാഭാവികമാണെങ്കിൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെന്റിനോട് വിയോജിക്കും. കാരണം എന്താ? യൂസുഫ് അലൈഹി സ്വലാമിന്റെ അവസ്ഥ എന്താ? അത്രയ്ക്കും പരിതാപകരമാണ്. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അത് അവിടെ പറഞ്ഞു? ആ പറഞ്ഞതാണ്, അതിലാണ് നമുക്കൊരു ലെസൺ ഉള്ളത്. അതായത് ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഇപ്പോ ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, നല്ല ചിത്രം വരയ്ക്കുന്ന ഒരാള്, അയാളിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ കുറച്ച് കളേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കളേഴ്സ് എടുത്തു. കുറച്ച് കളേഴ്സ് 4-5 വശത്തും കുറച്ച് കടലാസിൽ കുറെ കളേഴ്സ് വെച്ചു. പിന്നെ ഒരു പെൻസിൽ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വരച്ചു. അപ്പൊ ഒരാൾ വന്നിട്ട് അഭിപ്രായം പറയണ, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്ന, എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊരാൾ ചോദിച്ചാല് ഈ ആർട്ടിസ്റ്റ് എന്ത് പറയും? വെയിറ്റ്, ലെറ്റ് മീ ഫിനിഷ്, ഐ ആം ഗോയിങ് ടു ഡ്രോ ആൻ അമേസിംഗ് പിക്ചർ. എന്താ അയാൾ പറയാ? ഞാനൊരു അമേസിംഗ് പിക്ചർ വരക്കാൻ പോവാണ്, ബട്ട് യു ഹാവ് ടു വെയിറ്റ്. അങ്ങനെ അയാൾ പൂർണ്ണമായിട്ടും അത് വരച്ചു കഴിയുമ്പോ, പൂർണ്ണമായിട്ട് ആ പിക്ചർ വരച്ചു കഴിയുമ്പോ അയാൾ തന്നെ പറയും, നൗ ഹിയർ ഈസ് ദ അമേസിംഗ് പിക്ചർ. സെയിം വേർഡാണ് ആളെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തിൽ അയാൾ ആ അമേസിംഗ് പിക്ചർ ഞാൻ വരക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ കേട്ടു നിൽക്കുന്ന മറ്റേ ആൾക്ക് വാട്ട് അമേസിംഗ് അല്ലെ, അയാൾക്ക് ഫീൽ ചെയ്യും ഇത് എന്തൊരു അമേസിംഗ് പിക്ചറാ. കുറച്ച് അവിടെ കളറ്, കുറച്ച് ഇവിടെ കളറ്, കുറച്ച് ലൈൻ ഇവിടെ, കുറച്ച് ലൈൻ അപ്പുറത്ത്. ഓക്കെ, കുറച്ചുകൂടി മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഒരാൾ നല്ലൊരു ഡെലീഷ്യസ് ഐറ്റം കുക്ക് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് മനസ്സിലാവുന്ന മറ്റൊരു ഉദാഹരണം, നല്ലൊരു ഡെലീഷ്യസ് ഐറ്റം കുക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കേക്ക് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വാട്ട് എവർ. അപ്പോ നിങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു. കുറച്ച് മൈദ എടുത്തു, കുറച്ച് മുളക് എടുത്തു, കുറച്ച് ഒക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യാൻ പോകുമ്പോ നിങ്ങളുടെ മക്കളോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഭാര്യ ആരാവട്ടെ, ആരെങ്കിലും വന്നിട്ട് പറഞ്ഞു എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? അപ്പൊ പറയണ, ഐ എം ഗോയിങ് ടു കുക്ക് എ വെരി ഡെലീഷ്യസ് ഐറ്റം ടുഡേ. ഇതാണ് ഇപ്പൊ ഡെലീഷ്യസ് എന്ന് അവർക്ക് തുടക്കത്തിൽ ഒരു സംശയം ഉണ്ടാവും. പക്ഷെ ഫൈനലി നിങ്ങൾ കുക്ക് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾ പറയും ദിസ് ഈസ് ദ ഡെലീഷ്യസ്. അപ്പൊ അവർ എഗ്രി ചെയ്യും അല്ലെ. കാരണം തുടക്കത്തിൽ അവർക്ക് മനസ്സിലാവൂല. ഇത് തന്നെ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, അള്ളാഹു ഒരു പ്ലാനറാണ്. അള്ളാഹുവിന്റെ പ്ലാൻ നമുക്ക് മനസ്സിലാവൂല. ജീവിതത്തില് നമ്മളെ ചിലപ്പോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, വളരെ ടയറിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെ കടത്തിവിടും അള്ളാഹു. നമുക്കത് ഒരു പക്ഷെ മനസ്സിലാവില്ല എന്താണ് സംഭവം. പക്ഷെ അന്തിമമായിട്ട് അള്ളാഹുവിന്റെ പ്ലാൻ, എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു ആ പ്ലാൻ. യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ വിഷയത്തിൽ അങ്ങനെയാണ് അള്ളാഹു ചെയ്തത്. യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു?
രാജാവിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു, ഞാൻ ഈ മൊത്തം ഈ രാജ്യത്തിന്റെ എല്ലാ ഖജാനകളും എല്ലാ ട്രഷറിയും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാ? അദ്ദേഹം ആ രാജകൊട്ടാരത്തിൽ ആദ്യം ആ കിണറ്റിൽ വീണു. കിണറ്റിലെ ആ ഒരു അനുഭവമുണ്ട്. അടിമക്കച്ചവടം ആ മാർക്കറ്റിലെ ഒരു അനുഭവമുണ്ട്. രാജകൊട്ടാരത്തിൽ എത്തുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ വെച്ച് നടന്ന സംഭാഷണങ്ങളുടെ ഒരു അനുഭവമുണ്ട്. പിന്നെ ആ ഒരു ബഞ്ച് ഓഫ് ലേഡീസ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ജയിലിൽ കുറെ കാലം ജയിലിൽ കിടന്നു. ആ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ഈ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹം അവസാനമായിട്ട് എത്തിയപ്പോ, ആ പൊസിഷനിൽ എത്തിയപ്പോ അള്ളാഹു പറയാണ് സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഹി ഈസ് ദ പ്ലാനർ ആൻഡ് ഹി ഹാസ് പ്ലാൻസ് ഫോർ എവ്രി വൺ ഓഫ് us. നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന് ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അതിന്റെ തുടക്കത്തിൽ ആ പ്ലാൻ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആർക്കും അത് മനസ്സിലാവില്ല. ഏതുപോലെ ഒരു ആർക്കിടെക്ട് വീടിന്റെ പ്ലാൻ വരക്കുമ്പോൾ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഒരു 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 പെയിന്റർ ഒരു നല്ല ചിത്രം വരക്കുമ്പോൾ, ഒരു വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആള് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്ക്, കേട്ടു നിൽക്കുന്ന ആൾക്ക് ഇനീഷ്യലി അത് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെയാണ്. ഒരു സിമ്പിൾ ഉദാഹരണമായിട്ട് ഒരു അനാലജി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയാണ് അള്ളാഹുവിന്റെ പ്ലാൻ. പക്ഷേ തുടക്കത്തിൽ അയാൾ പറഞ്ഞ, ഞാനൊരു മനോഹരമായ ചിത്രം വരക്കാൻ പോവുകയാണ്, ഞാനൊരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം കുക്ക് ചെയ്യാൻ പോവുകയാണ്, ഞാനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് ഈ ആളുകൾ പറയുമല്ലോ, അതേപോലത്തെ വർത്തമാനം അവസാനത്തിലും അവർ പറയും അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മനോഹരമായ വീട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെലീഷ്യസ് ആയിട്ടുള്ള ഐറ്റം എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹു പറയാണ് വകദാലിക മക്കന്ന യൂസുഫ ഫിൽ അർദ്. തുടക്കത്തിലും അവസാനത്തിലും സെയിം സെന്റൻസ് ഉപയോഗിച്ചിട്ട് അള്ളാഹു പറയുന്നത്. ഇതുപോലെ നമ്മളും അള്ളാഹുവിന്റെ ചില സ്റ്റെപ്പുകളെ നമ്മളും ക്വസ്റ്റ്യൻ ചെയ്യും അല്ലെ. ഇപ്പൊ ഈ അടുത്ത് നമ്മളൊക്കെ കേട്ടല്ലോ, ഈ കൊറോണ വന്ന സന്ദർഭത്തില് ആളുകളൊക്കെ ദൈവത്തിനെ കുറ്റം പറഞ്ഞു അല്ലെ. പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ അതൊരു അവസരമാക്കി എടുത്തിട്ട്, എന്നാൽ ദൈവത്തിന് എന്തുകൊണ്ട് ഈ കൊറോണയെ ഇപ്പോഴും നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ദൈവം ഇങ്ങനെ സഫറിങ്സ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് അസുഖം വരുത്തുന്നത്? എന്തിനാണ് ചെറിയ കുട്ടികൾ മരിച്ചു പോകുന്നത്? എന്തിനാണ് ചില ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്? ചിലര് ആക്സിഡന്റ് ആയിട്ട് സർവം തളർന്ന് കിടക്കുന്നു. ചില ആളുകൾ ഒരുപാട് പേര് മരിച്ചു പോകുന്നു. ഒരു വലിയ വിമാനാപകടം ഉണ്ടാകുന്നു, വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു, ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ അടുത്തൊക്കെ നമ്മൾ കണ്ട്. ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ പ്ലാൻ. ആ ചോദ്യം ചെയ്യുന്നത് ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ചിത്രകാരൻ ചിത്രം വരക്കുമ്പോൾ അയാളുടെ ഇനീഷ്യൽ ആ ചിത്രത്തിൽ പോയിട്ട് നമ്മൾ അയാളെ തെറി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ തെറി പറച്ചിലാണ് യുക്തിവാദികൾ, നവനാസ്തികർ എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആർ യു ഫോളോയിങ് മീ? ആർ യു വിത്ത് മീ? അതാണ്, അതിനെക്കുറിച്ചാണ് അള്ളാഹു വകദാലിക മക്കന്ന ലിയൂസുഫ ഫിൽ അർദ്. അപ്പോ ജീവിതത്തിലെ ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിന്റെ കഥ എടുത്തു നോക്കൂ. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് അല്ലെ, ബ്യൂട്ടിഫുൾ ഹാൻസം ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു നിഷ്കളങ്കനായ കുട്ടി. ആ കുട്ടിക്ക് എന്തിന് ഇങ്ങനത്തെ ഒരു വിധി അല്ല, ആ പൊട്ടക്കിണറ്റിൽ എന്തിന് ആ കുട്ടിയെ തള്ളപ്പെടണം? ആ കുട്ടി എന്തിനൊരു അടിമ കച്ചവടത്തിൽ വിൽക്കണം? ആ കുട്ടി എന്തിനൊരു കൊട്ടാരത്തിൽ ഒരു സെർവന്റ് ആയിട്ട്, ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു പ്രവാചകന്റെ മകനായിട്ടുള്ള ആ കുട്ടിയെ എന്തിനിങ്ങനെ കഷ്ടപ്പാടിലൂടെ കടത്തിവിടണം എന്ന് ഇനീഷ്യലി ഒരാൾ ചോദിച്ചാൽ അതിന് അള്ളാഹുവിന്റെ മറുപടി എന്താ? ഞാൻ അവനെ തംകീനാക്കുകയായിരുന്നു അല്ലെ. എന്തിനു വേണ്ടി? ഫൈനലി ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരാളായിട്ട് ഇവനെ രൂപപ്പെടുത്താൻ, അതിന് പറ്റുന്ന ഒരു കഴിവ് ഇവനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ തംകീനാക്കുകയായിരുന്നു അദ്ദേഹത്തെ. മനസ്സിലായി? ഇപ്പൊ അതാണ് തംകീന്റെ അർത്ഥം. നമുക്കതിനൊരു അർത്ഥം കൃത്യമായി പറയാൻ പറ്റൂല. കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം ഉണ്ടല്ലോ, കേട്ടോ? നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു ഗ്രാജുവേഷൻ സ്പീച്ചില് ഈ ആപ്പിൾ ഐഫോൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കഥ അയാൾ പറയുന്നുണ്ട്. അതില് സ്റ്റീവ് ജോബ്സ് പറയുന്നതാണ്, അയാള് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താവുന്ന ഒരു അനുഭവമൊക്കെ പറയുന്നുണ്ട്. അത് വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം. പക്ഷെ വളരെ ഓഡായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഗതികൾ
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്കണം. ഒരു പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഒരു ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ വരുത്താൻ, ഒരു പക്ഷെ അങ്ങനെ ആവാം, ഒരു പക്ഷെ നേരെ തിരിച്ചു ആവാം. ആ മോശം പ്ലാനോട് കൂടി തന്നെ നമ്മൾ മരിച്ചു പോയേക്കാം ഈ ഭൂമിയിൽ. പക്ഷെ അതിനും അള്ളാഹുവിന് മറുപടി ഉണ്ട്. അതെന്താണ്? അതാണ് നമ്മൾ ഇനി പിന്നെ ഈ അവസാനം വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ അള്ളാഹുവിന്റെ ഈ പ്ലാനിങ്ങിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്, അതിനെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ ഒരു ഗ്രാൻഡ് പ്ലാൻ ആയിട്ട് അതിനെ മനസ്സിലാക്കണം. ഏതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാമയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു രാജ്യത്തിന്റെ തന്നെ അധിപനാക്കി മാറ്റിയതുപോലെ അത്തരം ഒരുപാട് പ്ലാനുകൾ നമുക്ക് പലപ്പോഴും ഇനീഷ്യലി ആ പ്ലാനിന്റെ ഒരു സെൻസ് നമുക്ക് ഉണ്ടാക്കണം. ഒരു പക്ഷേ നമ്മളിപ്പോ അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പൊ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം എടുത്തു നോക്കൂ. നമ്മളിപ്പോ ഗസയിലേക്ക് നോക്കും, എത്രയോ കുട്ടികൾ കൊല്ലപ്പെട്ടു അല്ലെ? 40,000-ഓളം നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ മരണപ്പെട്ടു. നമ്മൾ ചോദിക്കണത് ഈ ഫലസ്തീനികൾ മുസ്ലിങ്ങളായിട്ട്, അവർ മസ്ജിദുൽ അക്സയുടെ ആളുകളായിട്ട് എന്തുകൊണ്ട് അവർ കൊല്ലപ്പെടുന്നു? എന്തുകൊണ്ട് അവർക്ക് നാശനഷ്ടങ്ങൾ മാത്രം ഉണ്ടാകുന്നു? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഒരു പ്ലാനിന്റെ ഭാഗമാണ്. ഒരു പക്ഷേ വർഷങ്ങൾ, ഇത് ഇവിടെ നിന്ന് ഒരു 10-20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെഞ്ചുറി കഴിയുമ്പോൾ, ഇപ്പൊ തന്നെ 948 മുതൽ ആ ജനത അനുഭവിക്കുന്നില്ല, അല്ല അതിനു മുമ്പ് തന്നെ 1930s മുതൽ ഒരുപാട് മസാക്രസ്, ഒരുപാട് കൂട്ടക്കൊലകൾ നടന്ന പ്രദേശമാണ് ഫലസ്തീൻ. ഇപ്പോഴും 100 വർഷത്തോളമായിട്ടും അത് തീർന്നിട്ടില്ല. 75 വർഷത്തോളമായിട്ട് അത് തീർന്നിട്ടില്ല. അപ്പൊ നമുക്കതിന്റെ ഇപ്പോഴത്തെ ഈ നടക്കുന്ന സംഗതികളൊക്കെ പിന്നീടൊരിക്കൽ നമ്മളെ ഡോട്ടുകൾ കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒരു വലിയ അള്ളാഹുവിന്റെ ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നീട് ബൈത്തുൽ മുഖദ്ദിസ് മോചിപ്പിക്കപ്പെടും, ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും, അവർ വിജയിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉള്ളതാണല്ലോ അത്. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് ഒരു ജനറേഷൻ കഴിയും, ചിലപ്പോ സെഞ്ചുറീസ് കഴിയും, പക്ഷേ നത്തിങ് വിൽ ഗോ വേസ്റ്റ്. ഇവിടെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്, ഒരുപാട് പരിശ്രമങ്ങൾ അർപ്പിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകും. അതിനൊക്കെ ഒരു 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 എല്ലാം ഒരു ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാക്കിയിട്ട് അള്ളാഹു മാറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ രാജാവിന്റെ ഒരു സ്വപ്നം യൂസുഫ് അലൈഹി ഇസ്ലാമയെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്താക്കി മാറ്റി? ഒരു തടവുകാരനിൽ നിന്ന് ഒരു അധികാരസ്ഥനാക്കി മാറ്റി, അല്ലെ? ഓവർനൈറ്റ് ആണ്. ഇത് അന്ന് പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻക്കും ഒരു ആശ്വാസമായിരുന്നു. ഇന്ന് കലാകാലമുള്ള ജനങ്ങൾക്കും ഈ ഒരു സൂറത്ത് ഒരു ആശ്വാസമാണ്. കൃത്യമായിട്ട് അതാണ് അതിന്റെ ലക്ഷ്യം. ഈ സൂറത്ത് യൂസുഫ് തന്നെ നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞു, എപ്പോഴാണ് ഇത് അവതരിക്കുന്നത്? നുബൂവത്തിന്റെ 9ാം വർഷം, അല്ലെ? ഇതിന് ശേഷമാണ്. അപ്പോ ഒരു വലിയ സന്തോഷ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്. അപ്പോ ഇത്തരം ഒരു പ്ലാൻ അള്ളാഹ്ക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇന്ന് തടവിലിരിക്കുന്ന ഒരാൾക്ക് വിചാരിക്കാൻ പറ്റുമോ ഞാൻ നാളെ രാജാവാകുമെന്ന്? പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം അങ്ങനെയായി. അതാണ് അള്ളാഹിന്റെ പ്ലാൻ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വക്കദാലിക മക്കന്ന ലി യൂസുഫ ഫിൽ അർദ്. എനിക്ക് അള്ളാഹു പറയാണ്, എനിക്ക് നിങ്ങളുടെ ഭൗതികമായ സാഹചര്യങ്ങളെ ഒരൊറ്റ നൈറ്റ് കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങളിപ്പോ വലിയ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരു മില്യണർ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നാളെ അതേ നിങ്ങളെ വേണമെങ്കിൽ ഒരു നിസ്വനാക്കി, ഒരു ബാങ്ക്രപ്റ്റ് ആക്കി, ഒരു പാവപ്പെട്ടവനാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ ഇന്ന് നല്ല ആരോഗ്യത്തോടു കൂടി അഹങ്കരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നാളെ ഒരൊറ്റ ടെസ്റ്റ് മതി, ഒരു ലാബ് ടെസ്റ്റ് മതി, ഒരു സ്കാനിങ് ടെസ്റ്റ് മതി, നിങ്ങളെ അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം അവസ്ഥകളിൽ നിന്ന്. പക്ഷെ അത് സംഭവിക്കാലോ. അതാണ് അള്ളാഹു പറയുന്നത്. ഇതാണ് ഒരു കംപ്ലീറ്റ് പ്ലാൻ ചേഞ്ച്, ഗെയിം ചേഞ്ചർ. അത് അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നമ്മളോട് തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അള്ളാഹുവിനോട് മാലിക്കൽ മുൽക്ക്, എല്ലാ രാജാധിപത്യത്തിന്റെയും ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹു, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് എടുത്തു കളയുന്നു. ഇന്ന് മോദിയാണ് ഏറ്റവും വലിയ അധികാരമുള്ള ആള്,
ഭരണഘടനയെയും പാർലമെന്റിനെയും ജുഡീഷ്യറിനെയും എക്സിക്യൂട്ടീവിനെയൊക്കെ ചവിട്ടി മതിച്ച് അയാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജൂൺ 4-ന് ഇത് തിരിച്ചു മറിക്കാൻ അള്ളാഹുവിന് പറ്റിയേക്കും. ഒരു പക്ഷെ അയാൾ തന്നെ തുടർന്നേക്കും. ഇതൊക്കെ അള്ളാന്റെ പ്ലാനിനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ വാട്ട് എവർ വി ക്യാൻ ഡു. യൂസുഫ് അലൈഹിസ്സലാം ആ കൊട്ടാരത്തിലിരുന്നിട്ട്, ആ ജയിലിലിരുന്നിട്ട് അവിടെയൊക്കെ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഖുർആൻ എടുത്തു പറയുന്നത് എന്താണത്? എല്ലായിടത്തും യൂസുഫ് അലൈഹി സ്വലാമെ അള്ളാഹു വിശേഷിപ്പിച്ച ഒരു പദമുണ്ട്. എന്താ അത്? എല്ലായിടത്തും, ജയിലിലാവട്ടെ, പിന്നെ രാജകൊട്ടാരത്തിലാവട്ടെ, എല്ലായിടത്തും പറഞ്ഞ ഒരു വാചകം എന്താ? യൂസുഫ് അലൈഹി സ്വലാം എന്തായിരുന്നു എന്നാ പറയുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ അല്ല, മുഹ്സിൻ ആയിരുന്നു. മുഹ്സിൻ ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മം ചെയ്യുന്ന ആളായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് അറിയാമായിരുന്നോ പൊട്ടക്കിണറ്റിൽ പോകുമ്പോ ഞാൻ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തുമെന്ന്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ഈ സംഗതിയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജകൊട്ടാരത്തിൽ എത്തുന്നതിനെ കുറിച്ച് ഒരു സൂചനയും യൂസുഫ് അലൈഹി സ്വലാമിക്ക് കിട്ടിയിട്ടില്ല. ജയിലിൽ പോകുമ്പോ ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തു വരും എന്ന് വല്ല സൂചനയും കിട്ടിയിരുന്നോ? കിട്ടിയിട്ടില്ല. രാജകൊട്ടാരത്തിലെ ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോ യൂസുഫ് അലൈഹി സ്വലാമിക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നോ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നു? ഇല്ല. പക്ഷെ അദ്ദേഹം അങ്ങനത്തെ ഹോപ്പ്ലെസ്നെസ്, ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഘട്ടത്തിലും അദ്ദേഹം ചെയ്തത് എന്താ? എഹ്സാൻ. ഏറ്റവും നന്നായി പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ ഒരു ഹോപ്പില്ലാത്തൊരവസ്ഥയിൽ, മോദി അല്ല അവന്റെ അപ്പൻ വന്നാലും അല്ലെങ്കിൽ അതിന്റെ വലിയ ആളുകൾ വന്നാലും നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഇഹ്സാൻ. ഏറ്റവും നല്ലത് ചെയ്യാന്നുള്ള, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. തഖ്വ, ഇഹ്സാൻ, സബർ. ഈ ആയത്ത് തന്നെ ഉണ്ടല്ലോ. അതെ, അതിനകത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം നമ്മൾ നാളെ കൊയ്യും. മനസ്സിലായോ? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഒരൊറ്റ വാചകത്തിലൂടെ വകദാലിക മക്കന്ന ലിയൂസുഫ ഫിൽ അർള്. ഇനി തിരിച്ചാലോചിച്ച് നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാമ ആ ജയിലിൽ വെച്ച് ആരെങ്കിലും അടിച്ചു കൊന്നിരുന്നുവെങ്കിൽ അതും ആരെങ്കിലും ചോദിക്കോ? യൂസുഫ് അലൈഹി സ്വലാമെ ചോദിക്കൂലല്ലോ. കാരണം എന്താ? ഹി വാസ് എ സിമ്പിൾ പ്രിസണർ, അല്ലെ? പക്ഷെ അള്ളാഹു ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഇത് മനുഷ്യർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. മനുഷ്യർക്ക് ഒരിക്കലും ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒറ്റ രാത്രി കൊണ്ടൊരു ജയിലിൽ നിന്ന് വിട്ടയക്കാൻ പറ്റിയേക്കും. പക്ഷെ ഇങ്ങനെ മനുഷ്യരുടെ ഭാഗതയത്തെ നിയന്ത്രിക്കാൻ, അവരെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്, ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്ന് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് അങ്ങനെ എത്തിക്കാനുള്ള പ്ലാനുകൾ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതൊരു ഇത്തരം സംഗതികൾ മുഴുവൻ ഈ പറഞ്ഞ ഒറ്റ വാചകത്തിൽ അള്ളാഹു ക്യാപ്ചർ ചെയ്തിരിക്കണം. വകദാലിക മക്കന്ന യൂസുഫ ഫിൽ അർള്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു വശം, അതായത് നമ്മൾ ഈ മറ്റുള്ളവരെ നമ്മൾ കീഴടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നെ ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥാപിക്കേണ്ട ആധിപത്യം എവിടെയാണ്? നമ്മളെ തന്നെയാണ്. യു ഹാവ് ടു കോൺകർ യുവർ സെൽഫ് ഓർ മാസ്റ്റർ യുവർ സെൽഫ് ബിഫോർ യു കോൺകർ അതേഴ്സ്. നമ്മളെ തന്നെ. കാരണം ആകെപ്പാടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ആരെയാണ്? നമ്മളെ മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് അതാണ്. അദ്ദേഹത്തിന് ഇവരുടെ മേലൊന്നും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരങ്ങളുടെ മേലൊരു ആധിപത്യം ഉണ്ടായിരുന്നില്ല. തന്നെ കിണറ്റിൽ നിന്ന് എടുത്ത കച്ചവടക്കാരുടെ മേൽ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ടായില്ല. തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയ അസീസിന്റെ മേലൊരു സ്വാധീനം ഉണ്ടായില്ല. ഇമ്രാത്തുൽ അസീസിന്റെ മേലൊരു സ്വാധീനമില്ല. തന്നെ ജയിലിലടച്ച ആ ജയിൽ അധിപന്മാരോട് ഒരു സ്വാധീനം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന എവിടെയാ? സ്വന്തത്തില്. ആ സ്വന്തത്തെ അദ്ദേഹം നിയന്ത്രിച്ചു. സ്വന്തത്തിന്റെ സ്വഭാവത്തെ അദ്ദേഹം കോൺകർ ചെയ്തു. സ്വന്തത്തിന്റെ വൈകാരികതയെ അദ്ദേഹം അടക്കി നിർത്തി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എത്ര ടെറിബിൾ സിറ്റുവേഷൻ ആയിട്ട്, ഒരു പുസ്തകമുണ്ട് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞിട്ട്, ഒരു ജൂതൻ എഴുതിയ പുസ്തകമാണ്. അതാണ് അതിന്റെ ട്വിസ്റ്റ്. ഒരു എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഫ്രാങ്ക്ലിൻ, സെക്കൻഡ് നെയിം ഞാൻ ഓർക്കല്ല. ആ പുസ്തകത്തിന്റെ പേര് അതാണ്, മാൻസ് സെർച്ച് ഫോർ മീനിങ്.
കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നഗ്നനാക്കി അടക്കപ്പെട്ട് എല്ലാ ദിവസവും വളരെ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരാള് സർവൈവ് ചെയ്തതിന്റെ കഥ പറയുന്ന പുസ്തകമാണ്. അവിടെ വെച്ചിട്ട് അയാൾ ഇങ്ങനെ പിന്നെ അയാൾക്ക് അവസാനം ഒരേ ഒരു കാര്യത്തിലെ അയാൾ പറയണ്, എനിക്ക് ഒരേ ഒരു കാര്യത്തിലെ എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതെന്തിലായിരുന്നു? എന്റെ ചിന്തകളെ ഞാൻ നിയന്ത്രിച്ചു. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ആ പീഡനങ്ങളിലല്ല എന്റെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ ശ്രദ്ധയെ ഇവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം, ആളൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. ഞാൻ കണ്ടത് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ എൻ്റെ മനസ്സിലിട്ട് എപ്പോഴും ഇവരെന്നെ പീഡിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇതാണ് കണ്ടത്. അങ്ങനെ അദ്ദേഹം സർവൈവ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ പീഡനങ്ങളിൽ മനമെടുത്തിട്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു ആ ക്യാമ്പുകളിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് ദ ലാസ്റ്റ് ഹ്യൂമൻ എൻഡോവ്മെന്റ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ മൈൻഡാണ്. യൂസുഫ് അലൈഹിസ്സലാം കൺട്രോൾ ചെയ്തത് അതിനെയാണ്. നമുക്കും ഏത് എന്താ പറയാ അൾട്ടിമേറ്റ് പെയിൻഫുൾ സിറ്റുവേഷനെയും, എത്ര അൾട്രാ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെയും അതിജയിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ. ആ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭാവിയെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യും. അത് നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്കും ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്കും ഒരു സമൂഹം എന്നുള്ള നിലക്കും നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. യൂസുഫ് അലൈഹി സ്വലാം അതാണ് ചെയ്തത്. ഹിസ് കൺസേൺ വാസ് ടു ഡു ഇഹ്സാൻ. അല്ലെ, യൂസുഫ് അലൈഹി സ്വലാമയുടെ ഏക കൺസേൺ ആയിട്ട് എന്തായിരുന്നു? ഞാൻ എന്താണോ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു മുഹ്സിൻ എന്ന് ആവർത്തിച്ച് വിളിച്ചത്. മുഖ്ലസീൻ എന്ന് വിളിക്കുന്നുണ്ട്, സാദിഖീൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ആവർത്തിച്ച് വിളിച്ച സുപ്രധാന സംഗതി മുഹ്സിൻ എന്നുള്ളതാണ്. അപ്പോ നമ്മളെയും അള്ളാഹു ഇതുപോലത്തെ ടെറിബിൾ സിറ്റുവേഷനിലൂടെ കടത്തിവിടും. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് ഒരു ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എനിക്ക് എന്ത് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കി അതിൽ നിന്ന് മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിജയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് പിന്നെ അതായത് നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മളെ വലിയ ഒരു പക്ഷേ പെയിൻഫുൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ പലപ്പോഴും വിജയിച്ച ആളുകളെ നോക്കുമ്പോൾ അവര് വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അല്ല, മിക്കവാറും ഒരുപാട് പരാജയങ്ങളിലൂടെ, ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മുടെ ആൾ എപ്പോഴും പറയില്ല, ഞാൻ ചായ വിറ്റിട്ടാണ് നടന്നത്, അല്ലെ? ഞാൻ ചായ വിറ്റ് നടന്നു എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി, അത് നുണയാണെങ്കിൽ കൂടി എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുമ്പോ ആളുകൾക്കൊരു സഹതാപം ഉണ്ടാവും, അല്ലെ? ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആള് നമ്മുടെ പ്രധാനമന്ത്രിയായി എന്നൊക്കെ കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എവിടെ പോയാലും അതുപോലെ പറയാം. അതായത് ഏത് സദസ്സിൽ പോയാലും ആ സദസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി അതുപോലെ പറയും. അപ്പൊ എന്തിനാണ് ഈ പൊളിറ്റീഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നത്? അത് ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കയറാനുള്ള ഒരു വഴിയാണ്. എനിവേ, അതല്ല നമ്മുടെ വിഷയം. യൂസുഫ് അലൈഹി സ്വലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പൊസിഷന് വേണ്ടി പാകപ്പെടുത്തിയത് ഇങ്ങനെയാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യതബവ്വഉ മിൻഹാ ഹൈസു യശാ. അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് അദ്ദേഹത്തിന് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു കൊടുത്തു. ഇപ്പൊ നോക്കൂ, അതിന്റെ ആ വാചകത്തിന്റെ ഒരു പവർ. യൂസുഫ് അലൈഹി സ്വലാം ഇതുവരെ കടന്നു പോകുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല, അല്ലെ? പൊട്ടക്കിണറ്റിൽ വീണപ്പോ, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോ, പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ, ജയിലിലെത്തിയപ്പോ, ഇവിടെ ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തം നിലക്ക് അദ്ദേഹത്തിന് കുടിക്കാൻ ഇൻഡിപെൻഡന്റ് വില്ല് ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നില്ല. പ്രഭു പറഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. രാജകൊട്ടാരത്തിൽ അല്ലെ, പിന്നെ തടവിൽ കിടക്കുമ്പോ അദ്ദേഹം പറഞ്ഞെന്താ? ലാ യഅതീകുമ തആമുൻ തുർസഖാനി. നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം വരുമ്പോ അത് വരില്ല, വരുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്ന് വരണം. അപ്പോ ഇത്രയും കാലം അടിമത്വം അനുഭവിച്ച, ഒരു കിണറ്റിലെറിയപ്പെട്ട, ഒരു ജയിലിലകപ്പെട്ട ഒരാൾക്ക് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഒരു ഗ്ലാസ് വെള്ളം താൻ ഉദ്ദേശിക്കുമ്പോൾ എടുത്തു കുടിക്കാൻ പറ്റുന്നു, താൻ ഉദ്ദേശിക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നു, താൻ ഉദ്ദേശിക്കുമ്പോൾ
ഇഷ്ടമുള്ളിടത്തൊന്ന് പോകാൻ പറ്റുന്നു. നമുക്കതിന്റെ വില അറിയില്ല. സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് അറിയണമെങ്കിൽ അത് നഷ്ടപ്പെടണം. പക്ഷെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താ? അദ്ദേഹത്തെ ഞാൻ അത്തരം പൊസിഷനിൽ നിന്ന് എടുത്തിട്ട് ഈ ഖസാഇനുൽ അർള്, ആ നാട്ടിന്റെ മുഴുവൻ ട്രഷറിയുടെയും ചുമതലയിലാക്കിയപ്പോ യതബവ്വഉ മിൻഹാ ഹൈസു യശാ, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്താകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ കൃഷിസ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലാണ്, അവിടുത്തെ കച്ചവട സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അദ്ദേഹമാണ് മാർക്കറ്റിൽ പോളിസി ഉണ്ടാക്കുന്നത്, അദ്ദേഹമാണ് കൃഷിയുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അദ്ദേഹമാണ് റേഷൻ വിതരണം ചെയ്യുന്നത്. അതൊക്കെ വരുന്നുണ്ടല്ലോ പിന്നീട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തിട്ട് സ്വതന്ത്രനായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറ്റി. അള്ളാഹു പറയാണ് യതബവ്വഉ മിൻഹാ ഹൈസ്. ഇതേ അവസ്ഥയെക്കുറിച്ച് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട് അള്ളാഹു. എവിടെയെന്നറിയോ അത്? എവിടെയെന്നറിയോ? സ്വർഗത്തില് വിശ്വാസികൾ പോകുമ്പോ നമുക്ക് ഈ യതബവ്വഉ എന്നുള്ള പദം തന്നെ പ്രയോഗിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തു ജുമറിലെ വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ എന്താണ് അല്ല, അവർ പറയാണ് ഞങ്ങളെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാ. നതബവ്വഉ മിനൽ ജന്നത്തി, സ്വർഗത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളിടത്തായിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ മാത്രമേ സ്വാതന്ത്ര്യം ഉള്ളൂ അല്ലെ? നമ്മുടെ വീട്ടിൽ ഏത് റൂമിലും ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ എവിടെ പോയിട്ടും ഏത് കടയിലും പോയിട്ട് നമുക്ക് ഇരിക്കാനോ അവിടെ നിന്ന് സാധനം എടുക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമില്ല. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവും എന്നാ പറയുന്നത്. എവിടെയും ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് സ്വർഗത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ സ്വാതന്ത്ര്യം യൂസുഫ് അലൈഹി സ്വലാമിക്ക് ഭൂമിയിൽ നാം നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊരു ഡിഫറെന്റ് വേൾഡിലേക്ക് നാം അദ്ദേഹത്തെ എത്തിച്ചു. അദ്ദേഹം കണ്ടുപോകുന്ന എല്ലാ കറപ്ഷൻസ് അല്ലെ, അദ്ദേഹം ഒരുപാട് കറപ്ഷൻസ് കണ്ടു. സ്വന്തം സഹോദരങ്ങളുടെ കറപ്ഷൻ കണ്ടു, ആ സ്ലേവ് മാർക്കറ്റിലെ കറപ്ഷൻ കണ്ടു, രാജകൊട്ടാരത്തിലെ സ്ത്രീകളുടെ കറപ്ഷൻ കണ്ടു, അവിടുത്തെ പ്രഭുക്കന്മാരുടെ കറപ്ഷൻ കണ്ടു, ജയിലിലകപ്പെട്ടപ്പോ അവിടുത്തെ ജയിലർമാരുടെ കറപ്ഷൻ കണ്ടു. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് യൂസുഫ് അലൈഹി സ്വലാമെ അള്ളാഹു മാറ്റി എന്നതിന്റെ തെളിവാണ് യതബവ്വഉ മിൻഹാ ഹൈസു യശാ എന്ന് പറയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നുസീബു ബി റഹ്മത്തിന. അത് അള്ളാഹു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നുസീബു ബി റഹ്മത്തിന മൻ നശാ. നാം ഉദ്ദേശിക്കുന്നവരെ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ കാരുണ്യം അവർക്ക് നാം ചൊരിഞ്ഞു കൊടുക്കുന്നു. അസാബ യുസീബ് എന്ന് പറഞ്ഞാല് ടു ഹിറ്റ് എ ടാർഗറ്റ് എന്നാണ്. ഒരു ടാർഗറ്റ്. അപ്പൊ ഈ പറഞ്ഞ സംഗതിയൊക്കെ ഇതൊക്കെ എന്താ? ഭൗതിക ഗുണങ്ങളല്ലേ അല്ലെ? ഭൗതിക നേട്ടങ്ങളല്ലേ യൂസുഫ് അലൈഹി സ്വലാമിക്ക് ഈ ലഭിച്ചതൊക്കെ? ഈ അധികാരം, ഈ സ്വാതന്ത്ര്യം, ഈ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ബെനിഫിറ്റ് ആണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയിട്ട് അള്ളാഹു പറയാണ് ഇത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം നൽകുന്ന കാരുണ്യമാണ്, റഹ്മത്താണ്, ലവ് ആൻഡ് കെയർ ആണ്. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. നമ്മൾ എന്നിട്ട് പിന്നെ അടുത്ത ആയത്തും കൂടെ വായിച്ചു നോക്കിയാൽ വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ, നാം മുഹ്സിനുകളുടെ പ്രതിഫലത്തെ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ ചെയ്യുന്ന എല്ലാവർക്കും ഇത്തരം ബെനിഫിറ്റ് കിട്ടണ്ടേ? നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇതാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമയെ പോലെ സഹിക്കാനും ക്ഷമിക്കാനും തഖ്വ കാണിക്കാനും ഇഹ്സാൻ കാണിക്കാനൊക്കെ തയ്യാറായ എല്ലാവർക്കും ഭൂമിയിൽ ഇതുപോലത്തെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എത്ര പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു അല്ലെ? ഈസാ നബി അലൈഹി സ്വലാം എടുത്തു നോക്കൂ. ജീവിതത്തിൽ ഒരു സന്തോഷം പോലും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം അനുയായികളാൽ അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ, സ്വന്തം ശിഷ്യന്മാർ പോലും ശിഷ്യന്മാരായിട്ട് അഭിനയിച്ച ആളുകൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വൻഹാർ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം തരും, തോട്ടങ്ങൾ തരും, മക്കളെ തരും. പക്ഷെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ മകന്റെ അവസ്ഥ എന്തായിരുന്നു? ആ മകൻ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. ആ മകൻ കൺമുന്നിൽ മരിക്കുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എന്ത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി നോക്കൂ, ചിലപ്പോ അള്ളാഹു അങ്ങനെ നൽകിയേക്കാം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഭൂമിയില് നമ്മൾ സുഹൃതവാനായി എന്ന് വിചാരിച്ച്
എല്ലാവർക്കും യൂസുഫ് അലൈഹി സ്വലാമക്ക് ലഭിച്ചതുപോലുള്ള പ്രതിഫലം ലഭിച്ചുകൊള്ളണം എന്നില്ല. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ റീകൺസിലി ചെയ്യാന്നുള്ളതാണ്. അതായത് യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചു, ഒരുപാട് വേൾഡ്ലി ബെനിഫിറ്റ് ലഭിച്ചു, അദ്ദേഹത്തിന് അധികാരം കിട്ടി. അതുപോലെ അധികാരം കിട്ടിയ പ്രവാചകന്മാർ ആരൊക്കെ ഉണ്ട്? സുലൈമാൻ നബിക്ക് കിട്ടിയിട്ടുണ്ട്, ദാവൂദ് നബിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ പ്രവാചകൻ അല്ലെങ്കിലും ദുൽഖർനൈന് കിട്ടിയിട്ടുണ്ട്. ദുൽഖർനൈൻ അതിനെക്കുറിച്ച് പറഞ്ഞ എന്താ, ഒരു വലിയ ഡാം ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് ഹാദാ റഹ്മത്തും മിർ റബ്ബി, അല്ലെ, ഇതാ ഷാ ജഅലഹു ദക്ക, അള്ളാഹു അത് ഉദ്ദേശിച്ചാൽ അതിനെ മാറ്റിക്കളയും, എന്റെ റബ്ബിന്റെ കാരുണ്യമാണ് അതെന്ന് പറഞ്ഞു. വളരെ ചുരുക്കം ആളുകൾക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിച്ചു. പക്ഷേ പല പ്രവാചകന്മാരും 950 വർഷം പണിയെടുത്ത നൂഹ് നബി അലൈഹി ഇസ്ലാമിക്ക് വളരെ കുറഞ്ഞ അനുയായികളെ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹം മരിച്ചു വെച്ചാൽ അദ്ദേഹം പരാജയപ്പെട്ടോ? ഇല്ല. എല്ലാ പ്രവാചകന്മാരും എക്സൽ ചെയ്തിട്ടാണ്, നന്നായി ഇഹ്സാൻ ചെയ്തിട്ട് തന്നെ മരിച്ചു പോയിട്ടുള്ളത്. പക്ഷെ ചിലർക്ക് അള്ളാഹു ഈ ഒരു അവസരം, അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തിൽ ടാലന്റ് ഉള്ള ആളുകൾ ഉണ്ടാവും, അല്ലെ, നല്ല ടാലന്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുമോ? ചിലപ്പോ നീറ്റ് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും അവരുണ്ടാവും. പക്ഷെ നീറ്റില് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു പക്ഷെ അവൻ പരാജയപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാറില്ലേ? പിന്നെ ചില ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷെ ടാലന്റ് ഉണ്ടാവില്ല, അല്ലെ, അങ്ങനെ ഉണ്ടാവും. ഒരുപാട് അവസരമുണ്ട് പരീക്ഷയ്ക്ക് എഴുതാനുള്ള, അതായത് നല്ല പണമുണ്ട് വാപ്പാക്ക് അല്ലെങ്കിൽ അച്ഛന്, ഇഷ്ടംപോലെ പണം കൊടുത്തിട്ട് പക്ഷെ ടാലന്റ് ഉണ്ടാവില്ല. വേറെ ചിലർക്ക് ടാലന്റും ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, പക്ഷെ ഒരു വില്ല് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, നല്ല ടാലന്റ് ഉണ്ട്, നല്ല അവസരമുണ്ട്, പക്ഷെ എന്നിട്ട് അതിനെ മിസ്യൂസ് ചെയ്യും, എന്നിട്ട് ഡ്രഗിലേക്ക് ആൽക്കഹോളിലേക്കൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെ നമ്മൾ കാണുന്നു, അല്ലെ. അപ്പോ ഇതെല്ലാം കൂടി ഒത്തുവരിക, ടാലന്റ് ഉണ്ടാവുക, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, ഒരു നല്ല വിൽ പവർ ഉപയോഗിച്ച് നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാവുക, ഇത് മൂന്നും ഒന്നിച്ചു വരുന്നതിനാണ് ഈ നുസീബു ബിറഹ്മത്തിനാ മൻ നശാ. യൂസുഫ് അലൈഹി സ്വലാമിക്ക് ടാലന്റ് ഉണ്ട്, അദ്ദേഹത്തിന് അവസാനം ഒരു അവസരം കിട്ടി, ആ അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള വിൽ ഉണ്ടായി. ചില മിക്കവാറും പ്രവാചകർക്ക് ടാലന്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റി വന്നില്ല, പക്ഷെ എന്ന് വിചാരിച്ച് അവർ പരാജയപ്പെട്ടിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യമാണ്. അപ്പൊ നമ്മളും ശ്രമിക്കേണ്ടത് ഈ മൂന്നും ഒത്തുവന്നാൽ മാത്രമേ നമുക്കും ഒരു പക്ഷേ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ രൂപത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. എന്ത്, യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ കിട്ടിയല്ലോ, അതുകൊണ്ട് നമ്മളും ഇഹ്സാൻ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു മുഹ്സിനായി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് പണം ഉണ്ടാവും, നമ്മൾ മില്യനേഴ്സ് ആവും, അല്ലെങ്കിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ കാരുണ്യത്തിന് വേണ്ടി, ആ റഹ്മത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മുടെ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താം. പക്ഷേ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ? അതാണ് അള്ളാഹു അടുത്ത് പറയുന്നത്. എന്ത്? വല അജുറുൽ ആഖിറത്തി, അല്ല, ഈ വല നുളിയോ അജറൽ മുഹ്സിനിൻ എന്നുള്ളതിൽ തന്നെ അതിലുണ്ട് എന്തെന്നാ, ഈ മുഹ്സിനുകളുടെ പ്രതിഫലത്തെ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അങ്ങനെ അവസരം ലഭിക്കാതെ പോയാൽ അവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ പ്രതിഫലം അള്ളാഹു ഗ്യാരണ്ടീഡ് ആണ്. എവിടെ? പരലോകത്ത്. അത് ഗ്യാരണ്ടീഡ് ആണ്. അതായത് ഇപ്പൊ നോക്കൂ, ഈ ആദ്യം രണ്ട് പറഞ്ഞ സംഗതിയിൽ വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർള് യതബവ്വഉ മിൻഹാ ഹൈസു യശാ എന്നുള്ളത് യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് മാത്രം ബാധകമാണ്. പക്ഷെ പിന്നീട് പറയുന്നത് നുസീബു ബിറഹ്മത്തിനാ മൻ നശാ വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ, ഇത് രണ്ടും അള്ളാഹു പൊതുവായിട്ടാണ് പറഞ്ഞത്. പൊതു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്ന, ടാലന്റുകൾ ഉള്ള ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ലവ് ആൻഡ് കെയർ, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. എല്ലാവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ പരീക്ഷണങ്ങൾക്കും കൂടുതൽ കടുത്ത അന്തിമമായിട്ടുള്ള ഭൗതികമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും അവർ മരിച്ചു പോയിട്ടുണ്ടാവുക. പക്ഷേ അവർ ചെയ്ത ഒരു കർമ്മവും അത് പാഴായി പോവുകയില്ല. വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ എന്ന് പറയുന്നത് അതാണ്. ജീവിതത്തിലെ സ്പെഷ്യലായിട്ട് അത്തരം അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തരും ചിലർക്ക് മാത്രം. അത് അള്ളാഹാണ് അത് തീരുമാനിക്കുക. അള്ളാഹ് വിൽ ഡിസൈഡ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെ ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കൈവിട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹു അവഗണിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് നമുക്ക് മറ്റൊരു സമയത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്തിമമായിട്ട് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? യൂസുഫ് അലൈഹി സ്വലാം ചെയ്തതുപോലെ ടു ലീവ് എ ലീഗസി, ടു സെർവ്, അള്ളാഹുവിനെ സെർവ് ചെയ്യുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, കാഴ്ചവെക്കുക, ഭൂമിയിൽ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട ഒരു ജീവിതം ജീവിക്കുക. ചിലപ്പോൾ അള്ളാഹു നൽകിയേക്കാം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകിയേക്കാം, ചിലപ്പോൾ അള്ളാഹു നൽകാതിരുന്നേക്കാം. പക്ഷേ ഈ സ്റ്റെപ്പുകളൊന്നും അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നോളണമെന്നില്ല. അത് അള്ളാഹുവിന് മാത്രം അവൻ്റെതായിട്ടുള്ള ഒരു വഴിയിലൂടെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതാണ് വലാ നുളിഉ അജ്റൽ മുഹ്സിൻ. നിങ്ങളുടെ എഫേർട്ടുകൾ ഒരിക്കലും അത് പാഴായി പോകുക. ഐ വിൽ നെവർ ലെറ്റ് യുവർ എഫേർട്സ് ഗോ വേസ്റ്റ്. നിങ്ങളുടെ എഫേർട്ടുകൾ ഒരിക്കലും പാഴായി പോവുകയില്ല. പിന്നെ ഈ യൂസുഫ് അലൈഹി സ്വലാം, ഞാൻ ഒരിക്കൽ കൂടി അത് പറഞ്ഞു, അതായത് യൂസുഫ് അലൈഹി സ്വലാം ഇങ്ങനത്തെ ഒരു അനന്തരഫലം ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അത് സംഭവിച്ചു. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ആഗ്രഹിക്കാം, പക്ഷെ അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എല്ലായ്പ്പോഴും. ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോ നമുക്ക് ഈ ഭൂമിയിൽ ചിലപ്പോൾ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത് ഒരു പക്ഷേ ഭൗതികമായ അർത്ഥത്തിൽ നല്ല സമ്പത്ത് തരും, നല്ല പൊസിഷൻ തരും, നല്ല വീട് തരും, നല്ല വാഹനം തരും, ഒക്കെ തന്നേക്കാം. ചിലപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അത് പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. വല അജ്റുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന ആമനു. വിശ്വാസികൾക്ക് ഏറ്റവും ഉത്തമം എന്താണ്? പരലോകത്തെ പ്രതിഫലമാണ്. വകാനു യത്തഖൂൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ആ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോ രണ്ട് കാര്യമാണ് അള്ളാഹു പറയുന്നത്. എന്താണ്? പരലോകത്തെ പ്രതിഫലം ലഭിക്കാൻ ടു ബിലീവ്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക, ഹാവ് ഫെയ്ത്ത് ഇൻ അള്ളാഹ്. എന്തു വന്നാലും അള്ളാഹു എന്നെ കൈവെടിയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുക. രണ്ടാമത്തെ, ഡെമോൺസ്ട്രേറ്റ് തഖ്വ. തഖ്വ കാണിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. ബി മൈൻഡ്ഫുൾ ഓഫ് അള്ളാഹ്. നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളോ അവിടെ അതിനിടയിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ചെയ്തേക്കാം. പക്ഷേ ഇനി ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് വന്നാൽ അത് നമുക്ക് തന്നെ മോശമായും വരാം. ചില ആളുകളുണ്ടല്ലേ, എനിക്ക് ഒരുപാട് പണം ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ സദക്ക ചെയ്തേക്കാന്ന് വലിയ ക്ലെയിം നടത്തും. അവസാനം പണം ഉണ്ടായി കഴിയുമ്പോഴോ അത് കൊടുക്കും. അങ്ങനെ വരുമ്പോ കൊടുക്കും, പക്ഷെ കൊടുത്തു കഴിയുമ്പോഴോ അവർ പറഞ്ഞ സദക്കയോ, അവർ പറഞ്ഞ ഓർഫനേജോ, അവർ പറഞ്ഞ അള്ളാന്റെ മാർഗത്തിൽ സദക്ക ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സഹാബിനെ കുറിച്ച് തന്നെ അങ്ങനത്തെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹാബി അള്ളാന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, റസൂലെ, എനിക്ക് ഇഷ്ടം പോലെ ആടുകൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കാലിസത്ത്. അപ്പൊ റസൂൽ ചോദിച്ചു, അത് വേണോ? പറഞ്ഞു, എനിക്ക് വേണം. അപ്പൊ ആള് പറഞ്ഞനുസരിച്ച് റസൂൽ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ച ഒരുപാട് സ്വത്തുണ്ടായി, കാലികൾ. അപ്പോ പിന്നെ സംഭവിച്ചെന്താ? നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്ന ആള് പിന്നെ വൈകാൻ തുടങ്ങി, പിന്നെ നിസ്കാരത്തിന് കാണാതായി. അവസാനം റസൂലിന്റെ ആളുകൾ സക്കാത്ത് ചോദിച്ചു തന്നപ്പോ ആ സക്കാത്ത് വരെ കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായ അയാൾക്ക്. അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പണം നമുക്ക് കിട്ടി, പക്ഷെ ആ പണം, ആ സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ നഷ്ടമുണ്ടോ? അപ്പോ ഈ ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച്, ഭൂമിയിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഫലം തരുന്നത് അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി. അപ്പൊ നമുക്ക് ചില വാതിലുകൾ അള്ളാഹു തുറന്നു തരും. ഇപ്പൊ നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് ഒരുപാട് വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുത്തു. എല്ലാവർക്കും അതുപോലെയല്ല. നമുക്ക് ചില വാതിലുകൾ, ഒരു പക്ഷെ നമ്മൾ സമ്പത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം തരും. ഒരു പക്ഷെ നമ്മൾ സമ്പത്ത് ചോദിക്കുമ്പോൾ സമ്പത്ത് തരല്ല, നമ്മളിൽ നിന്ന് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിപത്തുകൾ അള്ളാഹു തട്ടിമാറ്റി കളയും. ഒരു പക്ഷെ നമുക്ക് നല്ലൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നൽകും. ഇതെല്ലാം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ. ഇതിന്റെ എല്ലാം ഒരു അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ജീവിതത്തിൽ നമുക്ക് നന്നാവുക. ഇത് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുക നമ്മുടെ നാഥനാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. പല
യൂസുഫ് അലൈഹി സ്വലാമെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ജയിലിന്റെ വാതിലാണ് തുറന്നത്. പക്ഷേ അതുപോലും പിന്നീട് അദ്ദേഹത്തിന് ഗുണമായിട്ട് മാറി. അത് അദ്ദേഹം അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ഉൾക്കൊള്ളുക, സംഭവിക്കാത്തതിനെ കുറിച്ച് നിരാശരാകാതിരിക്കുക. ചിലപ്പോഴൊക്കെ ഒരുപാട് ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ സംഗതി ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ? ഖനാഅത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. ഉള്ളതിൽ സംതൃപ്തി അടയുക. അതാണ് ജീവിതത്തില്. അപ്പൊ അപ്പൊ അള്ളാഹ്ക്ക് അറിയാം ഇവന് ഇത്രയും കൊടുത്താൽ ഇവന്റെ വിശ്വാസം നിലനിൽക്കും. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് ഇഹ്സാൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത്. അവസാനമായി ഒരു ലെസൺ കൂടി. നമ്മൾ അള്ളാഹുവിനെ സെർവ് ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അള്ളാഹു എന്ത് ചെയ്യും? മുഴുവൻ ലോകത്തെയും നമുക്ക് കീഴ്പ്പെടുത്തി തരും. ഒരു യുവാവ് അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ ലോകം, അതായത് പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും അവന് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കും. അതാണല്ലോ ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അദ്ദേഹം ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വികാരങ്ങൾക്ക് വഴിപ്പെടാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും മാന്യമായ വഴി നൽകി. ആ മാന്യമായ വഴി എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ മുഴുവൻ അധികാരം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു. അപ്പോ നമ്മളെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കുക. അപ്പോ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പല വഴികളിലൂടെയും അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരും. അതൊരു പക്ഷേ സമ്പത്താവാം, അധികാരമാകാം, സമാധാനമാകാം, അതുപോലെ ജീവിതത്തിന്റെ ഒരു നേരായ ഒഴുക്കാവാം, ഇതൊക്കെ ആകാം. ഇതാണ് അവസാനമായിട്ട് ഇതിൽ നിന്നുള്ളൊരു പാഠം. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോട് ഉണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ടോ? ഓക്കെ. അപ്പോ ഈ 56, 57 ആയത്തുകൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കേൾക്കുന്ന കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള, ഇഹ്സാനോടുകൂടി ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.